തിരുവനന്തപുരത്ത് കേബിളുകൾ കുടുങ്ങിയുള്ള അപകടങ്ങൾ പതിവാകുന്നു. ശാസ്തമംഗലം ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് കേബിളുകൾ വ്യാപകമായ റോഡിൽ പൊട്ടിക്കിടക്കുന്നത്. നഗരസഭയോട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്നും ആക്ഷേപമുണ്ട്. രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഇത് തിരുവനന്തപുരത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമല്ല. കാരണം കൊച്ചിയിൽ മരണങ്ങൾ പലതായി. ഈ അടുത്ത കാലത്ത് കൊല്ലത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായി. എന്നിട്ട് പോലും യാതൊരു നടപടിയും എടുക്കുന്നില്ല അധികൃതർ. നഗരസഭകൾ പോലും ഇടപെടുന്നില്ല. പ്രതിപക്ഷം അടക്കം ഇക്കാര്യങ്ങൾ പലവട്ടം ഉന്നയിച്ചിട്ട് പോലും യാതൊരു അനക്കവുമില്ലാതെ നിൽക്കുക തന്നെയല്ലേ? രജനി, അത് തന്നെയാണ്. ഇത് സംസ്ഥാനം ഒട്ടാകെയുള്ള ഒരു വിഷയമാണ്. ഈ കേബിളുകൾ കുടുങ്ങിയുള്ള അപകടങ്ങൾ അത് തുടർക്കഥയാവുകയാണ്. തിരുവനന്തപുരത്തെ മാത്രം കാര്യമല്ല. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലത്ത് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്തിടെ കൊച്ചിയിൽ സമാനമായ രീതിയിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അശാസ്ത്രീയമായി കിടക്കുന്ന കേബിളുകൾ രാത്രി സമയത്തൊക്കെ റോഡിന് കുറുകെ കിടക്കുന്ന കേബിളുകൾ പെട്ടെന്ന് ഈ വണ്ടി ഓടിക്കുന്ന ആളുടെ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുന്ന ആളുടെ ഒന്നും കണ്ണിൽ പെടില്ല. അത് ആ വലിയ അപകടങ്ങളാണ് അതുവഴി ഉണ്ടാകുന്നത്. പലരും തലയിടിച്ച് വീഴുകയും ഗുരുതര പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇന്നലെയും സമാനമായിട്ടുള്ള രീതിയിൽ ഈ കേബിൾ കുടുങ്ങിയുള്ള അപകടം ഉണ്ടായത്. മഴ കൂടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ശ്രദ്ധയിൽപ്പെടില്ല. ഇത്തരത്തിൽ കേബിളുകൾ റോഡിന് കുറുകെയൊക്കെ കിടക്കുന്നതും അതോടൊപ്പം തന്നെ കേബിളുകൾ താഴ്ന്നു കിടക്കുന്നതും അനാവശ്യമായിട്ടുള്ള കേബിളുകൾ, അതായത് ലൈവ് അല്ലാത്ത കേബിളുകളാണ് ഇതേ രീതിയിൽ ഈ റോഡിലേക്കൊക്കെ താഴ്ന്നു കിടക്കുന്ന സാഹചര്യം ഉള്ളത്. ഞാൻ ഇപ്പോഴുള്ളത് ശാസ്തമംഗലത്താണ്. ഈ ശാസ്തമംഗലം മേഖലയിലൊക്കെ തന്നെ പലയിടങ്ങളിലും ഇവിടുത്തെ മാത്രമല്ല, തിരുവനന്തപുരത്ത് ഒട്ടാകെ ഇത്തരത്തിൽ കേബിളുകൾ ഈ പല രീതിയിൽ ഈ റോഡുകളിലേക്കൊക്കെ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ വീണ് കിടപ്പുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴുള്ളത് ശാസ്തമംഗലത്താണ്. ഇവിടെ ഈ റോഡിൽ നിരന്തരം അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നതിനായി കൗൺസിലർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മധുസൂദനൻ നായർ അദ്ദേഹം ചേരുന്നുണ്ട്. ഇത്തരത്തിൽ കേബിളുകൾ കുടുങ്ങിയുള്ള അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. അതും തിരുവനന്തപുരത്ത് മാത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട്. തിരുവനന്തപുരത്ത് ഇന്നലെയും ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? അല്ല, ഇത് വലിയൊരു ക്രൂഷ്യൽ സിറ്റുവേഷനാണ് കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ച്. കാരണം നമുക്കറിയാം, കൊച്ചിയിൽ ഒരു മരണം സംഭവിച്ചതായിട്ട് നമുക്കെല്ലാം അറിയുന്നൊരു വാർത്തയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരുവനന്തപുരം മൊത്തം നഗരത്തിൽ, ഇപ്പോൾ ശാസ്ത്ര വാർഡിൽ മാത്രമല്ല, തിരുവനന്തപുരം മൊത്തം തന്നെ നിങ്ങൾ കണ്ണോടിച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കേബിളുകൾ പൊട്ടിയും അതുപോലെ തന്നെ ലൈവായിട്ട് കേബിളുകൾ തൂങ്ങിയും ഒക്കെ കിടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം വലിയ അപകടം വിളിച്ചു വരുന്നതാണ്. ഇത് ഞാൻ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പുള്ള കൗൺസിലിൽ ഞാൻ ഇത്തരത്തിലൊരു വാക്കാൽ പ്രമേയം അവതരിപ്പിക്കുകയുണ്ട്. കാരണം ഞാൻ പറഞ്ഞത്, തിരുവനന്തപുരം നഗരത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കേബിളുകൾ തൂങ്ങിക്കിടക്കുന്നത് കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് അടിയന്തരമായി മേയർ ഇടപെട്ട് കേബിളുകാരെ വിളിച്ചു വരുത്തിയിട്ട് ഇതിനകത്ത് ലൈവ് അല്ലാത്ത കേബിളുകൾ മാറ്റിയതിന് ശേഷം ലൈവായിട്ടുള്ള കേബിളുകൾ അത് ഏത് കമ്പനിയാണോ അത് ടാഗ് ചെയ്ത് ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഫോൺ നമ്പർ ഉൾപ്പെടെ ടാഗ് ചെയ്ത് കൊടുക്കണമെന്നൊരു പ്രമേയം ഞാൻ അവതരിപ്പിക്കുകയുണ്ട്. അന്ന് മേയർ കൃത്യമായിട്ടും പറഞ്ഞു തീർച്ചയായിട്ടും അത് ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നാളെ ഇതുവരെ അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചു എന്നുള്ള സംശയം തന്നെയാണ്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രവാർത്ത കാണുകയാണ്. മനോരമയിൽ വാർത്ത വന്നിട്ടുണ്ട്. ഇവിടുത്തെ സ്കൂട്ടറിൽ അപകടം വീണ ഒരു യാത്രക്കാരൻ അപകടത്തിൽ പറ്റിയായിട്ട് നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശാസ്തമംഗലം കഴിഞ്ഞ ഒരാഴ്ച നമ്മളിവിടെ നിൽക്കുന്ന ഈ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് തന്നെ ശാസ്തമംഗലം മുതൽ പൈപ്പുംമൂട് വരെയുള്ള ഇത്തരത്തിൽ തൂങ്ങിക്കിടക്കുന്ന കേബിളുകൾ നമ്മൾ തന്നെ സ്വയം ടാഗ് ചെയ്ത് അപകടം ഒഴിവാക്കിയിട്ടുണ്ട്. ശാസ്തമംഗലം മുതൽ പൈപ്പിൻമൂട് വരെ ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തോളം നമ്മൾ തന്നെ പല സ്ഥലങ്ങളിലും കിടന്ന കേബിളുകൾ ടാഗ് ചെയ്ത് അത് അപകടത്തിൽ നിന്ന് ഒഴിവാക്കിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും എന്നിട്ടും പല സ്ഥലങ്ങളിലും, കാരണം നമ്മൾ ഒരു മനുഷ്യന് അപകടം ഉണ്ടാകരുത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവൻ അത് ഒരു കുടുംബത്തിന് നഷ്ടമാകരുത് എന്നുള്ള സതുദ്ദേശത്തോടുകൂടി നമ്മളിതെല്ലാം പറയുന്നതും ചെയ്യുകയൊക്കെ ചെയ്യും. ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇടപെട്ട് എൻ്റെ കൂടെയുള്ള പ്രവർത്തകരൊക്കെ ചേർന്നുകൊണ്ട് നമ്മൾ വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാണ്. കാരണം എന്താണ്, ഇത് നമ്മൾ പറഞ്ഞിട്ട് ഒരിടത്തൊന്നും അധികാരികളാരും തന്നെ നടപടി സ്വീകരിക്കുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് അപകടം ഉണ്ടാകാൻ നോക്കേണ്ടത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കൂടെയുള്ള പ്രവർത്തകരും ആൾക്കാരൊക്കെ സ്ഥലവാസികളും അസോസിയേഷൻ ആൾക്കാരൊക്കെ നമ്മളിപ്പോൾ സഹകരിച്ച് നിൽക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കേബിളുകളെ അപകടത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ഇത് ഈ ശാസ്തമംഗലം മേഖലയിൽ തന്നെ നോക്കണമെങ്കിൽ ഏകദേശം 2-3 മാസം ചെയ്താൽ പോലും തീരാത്ത എത്രത്തോളം കേബിളുകൾ പല സ്ഥലങ്ങളിൽ തൂങ്ങി കിടക്കണം. ഇപ്പോൾ തന്നെ സ്ഥലം കാണാം. ആ കാണുന്ന അവിടെ ഒരു കേബിൾ, അത് ഏത് കമ്പനിയാണെന്നാണ് ഞാൻ കമ്പനികളൊന്നും എടുത്തു പറയുന്നില്ല. എല്ലാ കമ്പനികളുടെ കേബിളുകളും ഇത്തരത്തിൽ അപകട അവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ജനം ഇന്നെടുത്ത ഈ ഒരു പരിപാടിക്ക് ഞാൻ അങ്ങേയറ്റം നിങ്ങളെ പ്രശംസിക്കുകയാണ്. കാരണം ഇതൊരു വാർത്തയാക്കി ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ചാനൽ ഏറ്റെടുത്തതിന് ഞാൻ അങ്ങേയറ്റം ഈ ചാനലിനെ ഞാൻ അങ്ങേയറ്റം നിങ്ങളെ ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ അടുത്തിടെ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം നമ്മൾ പിന്നെ ആൾക്കാർ അപ്പോഴൊന്നും പറയാതെ അവരങ്ങ് പോകുന്നുണ്ട്. മറിഞ്ഞ് വീഴുന്നവർ അതൊരു വാർത്തയാക്കാതെ തന്നെ അവർ തന്നെ ആയിരിക്കും ചിലപ്പോൾ കേബിൾ കെട്ടി മാറ്റി എവിടെയെങ്കിലും വെച്ചിട്ട്. ഞാൻ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കേബിൾ കിടന്നൊരു പോസ്റ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കെട്ടിവെക്കാറുണ്ട് സാധാരണ. പല സ്ഥലങ്ങളിൽ അപകടം ഉണ്ടാകുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട്, ചിലർ പ്രതികരിക്കുന്നില്ല, ചിലർ എണീറ്റ് ആ അപകടം ഉണ്ടായതിന് ശേഷം അവർ ചെറിയ മുറിവുകളായിട്ട് വീടുകളിൽ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് നാട് മൊത്തം
തിരുവനന്തപുരം മൊത്തം ഇത്തരത്തിലുള്ള ഒരു വിഷയം ഒരു നിലനിൽക്കുകയാണെന്നുള്ളതാണ് വസ്തുത. അതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. ഇത് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം. ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ റോഡിൻ്റെ പണി നടക്കുക. ഇപ്പോൾ നമ്മുടെ ശാസ്താവനം പൈപ്പ് കൂടെ റോഡ് നോക്കിയാൽ പേർക്കൂടെ റോഡ് അവിടെ ഓടലൊക്കെ പണി നടക്കുക. ആ ഓടയിൽ പണി നടക്കുന്നതിൻ്റെ അവിടെ തന്നെ കേബിളുകൾ ഇങ്ങനെ ചാഞ്ഞ് കിടപ്പുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ അപകടത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അവർ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ സമയം ആയെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂട്ടറിൽ കുട്ടികളെ കൊണ്ട് സ്കൂളിലോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇത് കേബിളിൽ ഉടക്കി വീണ് വണ്ടി മറിഞ്ഞ് വീണ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. കഴിഞ്ഞ ഒരു നമ്മുടെ കമ്മീഷണർ പങ്കെടുത്ത മീറ്റിങ്ങിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം ഇതിന് അടിയന്തരമായ നടപടി സ്വീകരിക്കാമെന്നുള്ള വാക്കും ജനമൈത്രി മീറ്റിങ്ങിൽ അദ്ദേഹം തരികയുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യം ഈ തിരുവനന്തപുരം കാലാവസ്ഥയൊക്കെ വലിയ പ്രശ്നമില്ല. ഈ രാത്രിയൊക്കെ ആകുമ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അപകടങ്ങളുണ്ട്. അതെ, റോഡ് ഏതെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കേബിൾ കൂടെ കിടന്ന കേബിൾ ഇവിടെ കിടക്കുന്നത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇതിന് കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ളത് ഈ സ്കൂട്ടർ യാത്രക്കാർ, ഈ നടന്നു പോകുന്ന ആൾക്കാർ, ജനങ്ങൾ, അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളത്. മറ്റു വലിയ വണ്ടികൾക്ക് ചിലപ്പോൾ റോഡിൻ്റെ നടുക്കൂടെ പോകുമായിരിക്കും. ഈ സ്കൂട്ടറുകൾക്ക് സൈഡിൽ കൂടെ സൈഡ് കൊടുക്കുമ്പോഴൊക്കെ ഈ കേബിളിലൂടെയൊക്കെ മറിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിന് അടിയന്തരമായി പരിഹാരം കാണേണ്ടത് അത് അധികാരികൾ അതിന് നേരിട്ട് ഇടപെട്ട് അത് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇത് അടുത്ത കൗൺസിലിൽ ഞാൻ ഈ വിഷയം ഉന്നയിക്കും, ഒരു സംശയമില്ല. അടുത്ത കൗൺസിലിൽ ഞാൻ ഈ വിഷയം ഉന്നയിക്കും. ചെയ്യേണ്ടത് അവരുടെയൊക്കെ ഉത്തരവാദിത്തങ്ങളാണ്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ ഇവിടെയുള്ള നാട്ടുകാരും എൻ്റെ പ്രവർത്തകരും എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ സ്നേഹിതരും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ കാണുന്ന സ്ഥലങ്ങളിൽ ഈ ടാഗ് പൈസ കൊടുത്ത് മേടിച്ച് ടാഗ് ചെയ്ത് നിങ്ങൾ ശാസ്ത്രമലം മുതൽ പൈപ്പ് കൊണ്ട് നോക്കിയാൽ കാണാൻ സാധിക്കും. ഒരു വെള്ള ടാഗ് നമ്മൾ ചെയ്തതായിട്ട് പല സ്ഥലങ്ങളിലും ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ പ്രദേശത്ത് അപകടം നമ്മളെ കാരണം ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ അപകടാവസ്ഥയിൽ നിന്നും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം അതിൻ്റെ പ്രധാനപ്പെട്ട അധികാരികൾ ഏറ്റെടുക്കണമെന്നാണ് പറയാനുള്ളത്. അതിനവർ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഏത് കമ്പനിയുടെ കേബിളാണോ ഉള്ളത്, ഇപ്പോൾ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം, ലൈനുമായിട്ട് ചേർന്ന് കിടക്കുന്ന കേബിളുകൾ, ഇലക്ട്രിക് ലൈനുമായിട്ട് ചേർന്ന് കിടക്കുക. ഏത് കമ്പനിയുടെ ആണോ കേബിള് പിന്നെ ഇത് അശാസ്ത്രീയമായി തൂങ്ങിക്കിടക്കുന്നത്, ആ കേബിളുകൾ അത് ശരിയായ രീതിയിൽ വലിച്ചു കെട്ടി അതിനെ ടാഗ് ചെയ്ത് ജനങ്ങൾക്ക് ആ ഇന്ന കമ്പനിയുടെ കേബിളാണ് എന്ന് അറിയാനായിട്ടുള്ള ഒരു സാഹചര്യം ഈ അസോസിയേഷൻ, ഇതിപ്പോൾ മംഗലയിലെ റെസിഡൻസ് അസോസിയേഷൻ, അതിൻ്റെ പ്രസിഡന്റ് ഇവിടെ നിൽപ്പുണ്ട്. അവർക്ക് അറിയണമെങ്കിൽ ഏത് സ്ഥലത്താണ് ഏത് കേബിളാണ് പോകണമെന്ന്, ആ പ്രദേശത്ത് പോകണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ആ അധികാരികളെ അല്ലെങ്കിൽ ആ ഫോൺ നമ്പറിൽ വിളിച്ച് അവർക്ക് അപകടാവസ്ഥയിൽ നിന്ന് മാറ്റണമെന്ന് അവർക്ക് ആവശ്യപ്പെടാൻ വേണ്ടി സാധിക്കും. ഇന്ന് ഒരു സാഹചര്യമില്ല. ആരെ വിളിച്ച് പറയണമെന്നോ എവിടെ വിളിച്ച് പറയണമെന്നോ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇന്നില്ല. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ സാധിക്കുള്ളൂ. അതൊരു അടിയന്തരമായിട്ട് ഈ വാർത്തയിൽ കൂടെ ഇത് കണ്ടിട്ടെങ്കിലും ഇതിൻ്റെ അധികാരികൾ ഇത് അവരെ കണ്ണു തുറന്ന് ഈ ജനങ്ങളുടെ അപകടാവസ്ഥയിൽ നിന്ന് ജനങ്ങളുടെ മുക്തരാക്കണം എന്നാണ് എനിക്ക് വളരെ വിനീതമായിട്ട് പറയാനുള്ളത്. അസോസിയേഷന്റെ പ്രസിഡന്റ് ഈ കൂട്ടത്തിലാരാണ്? ഈ പ്രസിഡന്റ് എന്ന നിലയിൽ എന്താ പറയാനുള്ളത്? ഇവിടെ ഈ മുന്നോട്ട് പോകുമ്പോൾ അവിടെ കേബിൾ താന്നു കിടപ്പുണ്ട്, ഇവിടെയും സമാനമായ രീതിയിൽ പല കേബിളുകൾ റോഡിലേക്ക് കിടപ്പുണ്ട്. ഇപ്പം ഈ രാത്രി സമയത്തൊക്കെ ബൈക്കിൽ വരുവാണെങ്കിൽ നമുക്കിത് കറുപ്പ് നിറവായതുകൊണ്ട് തന്നെ കാണാൻ കഴിയില്ലല്ലോ. 2-3 ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അത് ബൈക്ക് യാത്രക്കാരുടെ കഴുത്തിൽ ചുറ്റി പലതും വലിയ അപകടങ്ങളില്ലാതെ അവർ പോയിട്ടുണ്ട്. അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ തൽക്കാലം ആ എല്ലാ പോസ്റ്റുകളിലും നോക്കിയാൽ അറിയാം, അതിൻ്റെ സൈഡിലുള്ള പോസ്റ്റുകളിൽ കെട്ടിവെച്ചിട്ടുണ്ട് ഇത് കഴുത്തി ചുറ്റാതിരിക്കുക. പക്ഷേ ഇത് അതിൻ്റെ ഏത് കേബിൾ കമ്പനിയാണോ അവർ വന്ന് ഇത് റിമൂവ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതുവരെയും ഞങ്ങളത് പരാതിപ്പെട്ടിട്ടും ചെയ്തിട്ടില്ല. ഞങ്ങളെ കൗൺസിലിനും രേഖാമൂലം കൊടുത്തു, അത് കോർപ്പറേഷനിൽ അറിയിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഞങ്ങൾ മൈത്രിയിലും പോലീസ് മീറ്റിങ്ങിലും ഇത് പറയുന്നുണ്ട്. പക്ഷേ ശാശ്വതമായ പരിഹാരം നമുക്ക് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നടന്നു പോകുന്ന യാത്രക്കാർക്കും രാത്രി ഇത് താഴെ കിടക്കുന്ന കേബിളുകൾ ചുറ്റും. പിന്നെ ഈ കേബിൾ പണി ചെയ്യുന്നവരും അവർ ശാസ്ത്രീയമായ രീതിയിൽ അശ്രദ്ധയോടെ കേബിളുകളുടെ കഷ്ണങ്ങൾ മുറിച്ച് അവിടെ തന്നെ ഇട്ടിട്ട് പോകും. ഇതും ബൈക്കുകളിലും കാലിലൊക്കെ ചുറ്റി വിടുന്നുണ്ട്. അങ്ങനെ പല അപകടങ്ങളും അവർ റിപ്പോർട്ട് ചെയ്ത് അസോസിയേഷൻ ഭാരവാഹികളെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ തൽക്കാലം ആ സ്പോട്ടിൽ പോയിട്ട് അത്രയും കേബിളുകൾ അവിടെ ചുരുട്ടിക്കെട്ടി വയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ പതിവ്. പക്ഷേ അതിൻ്റെ ശാശ്വതമായ പരിഹാരം ഒരു കമ്പനിക്കാരും ചെയ്യുന്നില്ല. അതിൻ്റെ ആധികാരികമായ സർക്കാരിൻ്റെ വകുപ്പുകളും അത് നോക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ പല അപകടങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ജയഗോപാലസ് പറയാനുള്ളത്. പേര് ജയഗോപാൽ. ജയഗോപാലസ്.
ഈ റെസിഡൻസിന്റെ പ്രസിഡന്റാണ് നമ്മളോട് പ്രതികരിച്ചത്. ഇതാണ് ഇവിടെ സാഹചര്യം. അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇതൊരു ചെറിയ വഴിയാണ്, ഇടവഴികളൊക്കെ ഉണ്ട്. അവിടെയാണ് ഇത്തരത്തിൽ കേബിളുകൾ ഈ താഴ്ന്നൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഏത് സമയത്തും അപകടം ഉണ്ടാക്കാം. പ്രത്യേകിച്ച് മഴയുള്ള ഒരു സാഹചര്യമുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. മാത്രമല്ല രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ കേബിളുകൾ, ഇത് കറുത്ത നിറമായതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ആ രീതിയിലായിരിക്കും ഈ കഴുത്തിൽ കുടുങ്ങിയൊക്കെ അപകടം ഉണ്ടാക്കുന്നത്. നിലത്ത് വീണ് നമ്മൾ പല വാർത്തകളിലും കണ്ടിട്ടുണ്ട്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു, തലയിടിച്ച് വീണു, തെറിച്ചു വീണു എന്നുള്ള വാർത്തകൾ. ചിലർ മരണപ്പെടുന്ന സാഹചര്യവും സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിൽ കേബിളുകൾ അശാസ്ത്രീയമായി കിടക്കുന്നതിലൂടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കൂടുതൽ പേരുടെ പ്രതികരണങ്ങൾ തേടാം. സാർ, എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഞാനും എൻ്റെ സുഹൃത്തായ കൗൺസിലറും കൂടി ഒരു മാസത്തിന് മുമ്പ് ഞങ്ങൾ ശാസ്തമംഗലം ജംഗ്ഷൻ മുതൽ പൈപ്പ് മൂട് ഭാഗം വരെ ഉള്ള കേബിൾ അഴിഞ്ഞു കിടക്കുക, വളരെ അപകടാവസ്ഥയിൽ കിടന്ന കേബിളുകളെല്ലാം കൂടി ടാഗ് ഉപയോഗിച്ച് ബന്ധിച്ച് ഒരു മാസമായി ചെയ്തു. ഇത് രാത്രികാലങ്ങളിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റില്ല. ഈ കേബിൾ കറുത്ത കേബിളായതുകൊണ്ട് കഴുത്തിലൊക്കെ ചുറ്റി അപകട സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ആവശ്യമില്ലാത്ത കേബിളാണ് കൂടുതൽ. ഇവർ പഴയ കേബിൾ ആരും മാറ്റാറില്ല, അവിടെ തന്നെ ഇട്ടേക്കും. അതിൻ്റെ പുറത്തുകൂടി അടുത്ത കേബിൾ കൊടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഏത് കേബിളാണെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇത്. എൻ്റെ കേബിളിൻ്റെ അധികാരികൾ അടയാളപ്പെടുത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആവശ്യമില്ലാത്ത കേബിളുകൾ നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചാൽ മാത്രമേ ശാശ്വതമായ ഒരു പരിഹാരം ഇതിനുണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പല കേബിളുകളിൽ ഏത് കേബിളുകളാണ് ലൈവായിട്ടുള്ള കേബിളുകൾ, ഏതാണ് അതിനാവശ്യമില്ലാത്ത കേബിളുകൾ എന്നൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. എല്ലാ കേബിളുകളും ഒരുമിച്ച് കിടക്കുന്നു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാന പ്രശ്നം. ഇതിൽ ആവശ്യമില്ലാത്ത കേബിളുകൾ ഒഴിവാക്കിയതിനു ശേഷം ലൈവായിട്ടുള്ള കേബിളുകൾ അത് പ്രത്യേകം അടയാളപ്പെടുത്തണം എന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഏതായാലും ഇത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഇതിനൊരു പരിഹാരം അടിയന്തരമായി വേണ്ടേ? തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് ഈ കേബിളുകളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ മുന്നേ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇനിയുള്ള കാലത്തെങ്കിലും ശാസ്ത്രീയമായ രീതിയിൽ അത് ചെയ്യുന്നില്ല. ഇതിപ്പോൾ എല്ലാവരും പറയുന്നത് ഈ കേബിൾ മുറിഞ്ഞ് തറയിൽ കിടന്ന് ഈ ബൈക്കിലും മറ്റും പോകുന്നവർക്കുള്ള അപകടം മാത്രമാണ്. ഞാനിവിടെ കാണുന്നത് മാത്രമല്ല, ഇവിടെ വളരെയധികം ആളുകൾ താമസിക്കുന്ന ഒരു ഹൗസിംഗ് ലൊക്കേഷനാണ്. ഒരുപാട് പേര് എപ്പോഴും വാടകയ്ക്ക് വരികയും പോവുകയും ചെയ്യും. അവരവരുടെ സാധനങ്ങൾ കൊണ്ടുപോവുകയും വരികയും ചെയ്യാറുണ്ട്. മിക്കവാറും വരുന്ന എല്ലാ വാഹനങ്ങളും ഈ കേബിളിലൊക്കെ കുരുങ്ങി ഇവിടെ കിടന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ വഴുത യാത്രക്കാർക്കും പിന്നെ വാഹനയാത്രക്കാർക്കൊക്കെ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണത്. പക്ഷേ പലരും അത് പറയുന്നില്ല, കളഞ്ഞിട്ടങ്ങ് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് ശാസ്ത്രീയമായിട്ടൊരു പരിഹാരം കാണണമെങ്കിൽ അധികാരികൾ ശക്തമായ നടപടികളെടുത്തെങ്കിൽ മാത്രമേ വെക്കൂ. അതിന് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും പോലീസ് അധികാരികളിൽ നിന്നൊക്കെയുള്ള ശക്തമായ സമ്മർദ്ദം ഉണ്ടെങ്കിലും വെക്കൂ. കൗൺസിലറും മറ്റുള്ളവരൊക്കെ സജീവമായി രംഗത്തുള്ളത് കൊണ്ട് ഈ പ്രദേശത്ത് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കാരണം ഈ കാണുന്ന എല്ലാം അപ്പം തന്നെ അദ്ദേഹം വന്നത് ടൈ ചെയ്ത് വളരെ സുരക്ഷിതമായ രീതിയിലാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രവർത്തകരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അതൊരു വലിയ നേട്ടമാണ് ഇവിടെ. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയല്ല, വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് മഴ സമയങ്ങളിൽ, സ്കൂൾ തുറന്ന സമയങ്ങളിലുമൊക്കെ. അതിന് അടിയന്തരമായ എന്തെങ്കിലും നടപടികൾ അധികാരികൾ കണ്ടെത്തിയേ പറ്റൂ. അതിന് അവരോട് അഭ്യർത്ഥിക്കുകയാണ്. അടിയന്തരമായി അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. നമുക്ക് ഈ ഒരു റോഡിന്റെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ ആ കേബിളുകളൊക്കെ അപകടകരമായിട്ടുള്ള രീതിയിൽ താഴ്ന്നു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഇത്രത്തോളം താഴ്ന്നു കിടക്കുന്നത് മറ്റ് വാഹനങ്ങളൊക്കെ പോകുമ്പോൾ തിരിച്ചറിയാതെ അതിൽ കുടുങ്ങി അപകടം ഉണ്ടാകുകയും അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. ഇത് കേവലം ശാസ്തമംഗലം എന്നുള്ള പ്രദേശത്തെ മാത്രം പ്രശ്നമല്ല. തിരുവനന്തപുരത്ത് മറ്റ് പലയിടങ്ങളിലും ഇതേ രീതിയിലൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. ഈ ശാസ്തമംഗലം ജംഗ്ഷനിൽ തന്നെ വിവിധ പോസ്റ്റുകളുടെ ഇടയിൽ അനാവശ്യമായിട്ടുള്ള കേബിളുകൾ ഇതേ രീതിയിൽ അശാസ്ത്രീയമായി കിടപ്പുണ്ട്. അപ്പോൾ രാത്രിയിൽ നടന്നു പോകുന്നവർ പെട്ടെന്ന് തിരിച്ചറിയാതെ കേബിളിൽ കുടുങ്ങി നിലത്ത് വീഴുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ പ്രദേശത്ത് ശാസ്തമംഗലം ജംഗ്ഷനിലുള്ള ചിലർ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല ഈ സ്കൂളുകളുടെ, തിരുവനന്തപുരത്ത് വിവിധ സ്കൂളുകളുടെ ഫ്രണ്ടിൽ ഈ സ്മാർട്ട് റോഡിന്റെ നിർമ്മാണം അത് കൃത്യമായി തന്നെ അത് നടക്കുന്നില്ല. സ്മാർട്ട് റോഡ് നിർമ്മാണം, അതുകൊണ്ട് അവിടെയൊക്കെ വലിയ രീതിയിൽ കുഴികൾ എടുത്തിട്ടുണ്ട്. ആ കുഴികളുടെ സൈഡിലും സമാനമായ രീതിയിലുള്ള കേബിളുകൾ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ കേബിളുകളിൽ കുടുങ്ങി ചെറിയ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെയാണ് അതുവഴി പോകുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള ശരിയാണ് രശ്മി. നമുക്ക് ആ കൗൺസിലർ തന്നെ കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിന് കൈ എത്തിപ്പിടിക്കാം, ആ രീതിയിലാണ് കേബിളുകൾ താഴ്ന്നു കിടക്കുന്നത്.
അതെ, നമുക്ക് കൈയെത്തി പിടിക്കാവുന്ന തരത്തിലാണ് ഈ കേബിളുകൾ താഴ്ന്നു കിടക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഇരുചക്ര വാഹനമല്ലാത്ത വാഹനങ്ങൾ ഇതുവഴി കടന്നു പോവുകയാണെങ്കിലും പെട്ടെന്ന് തിരിച്ചറിയാതെ ഇതിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. അവർ തന്നെ പറയുന്നു ഇത് കൂടുതൽ വീടുകളുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടേക്ക് താമസക്കാർ വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കേബിളിൽ കുടുങ്ങി ഏറെ നേരം അവർ വാഹനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് നേരത്തെ തന്നെ സൂചിപ്പിച്ചു, കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം മുന്നോട്ട് വയ്ക്കുകയും നഗരസഭയിൽ ഈ വിഷയം കൗൺസിലർ മുന്നോട്ട് വയ്ക്കുകയും മേയറോട് അടിയന്തരമായിട്ടൊരു ഇടപെടൽ നടത്തണം എന്ന് പലതവണ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ പലതവണ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടും മേയറുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. മാത്രമല്ല പോലീസിന്റെ ശ്രദ്ധയിലും ഈ വിഷയം പെടുത്തിയിരുന്നു എന്നുള്ളതാണ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. അത്തരത്തിൽ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവരുടെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടായില്ല. വീണ്ടും ഈ അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കൗൺസിലറിന്റെ കൂടെയുള്ള ഈ റെസിഡൻസിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഈ കേബിളുകൾ സ്വയമേ തന്നെ, അതായത് അവർ തന്നെ കൈകൊണ്ട് എത്തിപ്പിടിച്ച് അത് സുരക്ഷിതമായി അത് കെട്ടി മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഈ ജംഗ്ഷനിൽ തന്നെ ശാസ്തമംഗലം ജംഗ്ഷനിൽ ഉൾപ്പെടെയുള്ള കേബിളുകൾ ഇതേ രീതിയിൽ ഇവർ ടാഗ് ചെയ്ത് പോസ്റ്റുകളിലേക്കും മറ്റും കയറ്റി വെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഇപ്പോൾ അതാണ് തുടർന്നു പോകുന്ന ഒരു കാര്യം. അതായത് അധികൃതർ ഇതിൽ ഇടപെടേണ്ട നഗരസഭയോ അല്ലെങ്കിൽ മേയറോ പോലീസോ ഒന്നും തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. പല തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും ആ ഒരു സാഹചര്യത്തിലാണ് ഈ സ്വയമേ തന്നെ കൗൺസിലറും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഈ റെസിഡൻസിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് രേഷ്മ, നമുക്കിവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇത് റെസിഡൻസ് ഏരിയയാണ്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ കൂടെ ചേർന്ന് ഈ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ എടുക്കും. പക്ഷേ ഇത് റോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദികളായിട്ടുള്ളവർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. നഗരസഭ, നേരത്തെ കൗൺസിലർ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ നഗരസഭ അധികൃതർ പോലും വരുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഴക്കാലമാണ്. അപ്പോൾ ഈ കിടക്കുന്ന ഏത് കേബിളാണെന്ന് അറിയില്ല. വൈദ്യുതിയുടെ ആണോ, ടെലിഫോണിൻ്റെ ആണോ, അതോ മറ്റേതെങ്കിലും കേബിളുകളാണോ, യാതൊരു പിടിയുമില്ലാതെയാണ് ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത്, ഈ അപകടങ്ങൾ ഉണ്ടായി മരണങ്ങൾ സംഭവിക്കുമ്പോൾ കോടതികളൊക്കെ തന്നെ ഇടപെടുമ്പോൾ പെട്ടെന്ന് ഒരു നടപടിയിലേക്കൊക്കെ തന്നെ കടന്നാലും എപ്പോഴും ഈ ശാശ്വതമായ ഒരു പരിഹാരം പിന്നെയും കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയേണ്ട ഒരു കാര്യം. ഏത് വിഷയത്തിലാണെങ്കിലും രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ കേബിളുകൾ കുടുങ്ങിയുള്ള അപകടം മാത്രമല്ല, മറ്റെന്ത് മരണം ഉണ്ടായാലും അല്ലെങ്കിൽ എന്ത് അപകടങ്ങളും എന്ത് പ്രശ്നങ്ങളും ഉണ്ടായാലും ആ സമയത്ത് ആ മരണം ഉണ്ടാവുകയും വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന സമയത്ത് സർക്കാരും പ്രതിനിധികളും ഒക്കെ എത്താറുണ്ട്. വളരെ പെട്ടെന്ന് അടിയന്തരമായിട്ടൊരു ഇടപെടൽ ഈ പ്രശ്നത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പും നൽകാറുണ്ട്. വളരെ വേഗം പ്രശ്നം പരിഹരിക്കുമെന്നും പറയാറുണ്ട്. പക്ഷേ എല്ലാ സംഭവങ്ങളിലും നമ്മൾ കാണുന്നത് പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്കൊന്നും തന്നെ സർക്കാരോ അധികൃതരോ കടക്കുന്നില്ല എന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിലും പറയാനുള്ളത്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് പറയും. പക്ഷെ പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാത്ത സർക്കാരിന്റെ ഒരു സമീപനം. ഏതായാലും നഗരസഭ മേയറുടെ ശ്രദ്ധയിൽ ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി അവതരിപ്പിച്ചിട്ടും അതും പലതവണ അവതരിപ്പിച്ചിട്ടും ഇതിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെയാണ് സ്വയമേ ഇത്തരത്തിൽ കേബിളുകൾ ഇവിടെ നിന്നും സുരക്ഷിത ഇടങ്ങളിലേക്കൊക്കെ അതും കൈയെത്തിപ്പിടിക്കാവുന്ന രീതിയിൽ വളരെ താഴ്ന്നാണ് ഈ കേബിളുകൾ ഉള്ളത്. ഈ പ്രദേശത്ത് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് റെസിഡൻസിന്റെ പ്രതിനിധികളൊക്കെ അസോസിയേഷൻ പ്രതിനിധികളൊക്കെ പറയുന്ന ഒരു കാര്യം. മറ്റ് ഇടങ്ങളിലും തിരുവനന്തപുരത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം ഈ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചെറിയ കുട്ടികളെ ഉൾപ്പെടെ ഈ അപകടം ഇരുചക്ര വാഹനവുമായി പോകുമ്പോൾ അപകടം സംഭവിച്ച് കുട്ടികൾക്കൊക്കെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. അധികൃതർ ഈ വിഷയത്തിൽ ഒരു അടിയന്തരമായിട്ടൊരു ഇടപെടൽ നടത്തണം. തിരുവനന്തപുരം നഗരത്തിന്റെ മാത്രമല്ല മറ്റിടങ്ങളിലും അശാസ്ത്രീയമായി റോഡിലേക്ക് താഴ്ന്നു കിടക്കുകയും റോഡിന് കുറുകുവശത്തും കിടക്കുന്ന കേബിളുകളൊക്കെ തന്നെ അവിടെ നിന്നും മാറ്റണം. ലൈവ് അല്ലാത്ത കേബിളുകൾ ടാഗ് ചെയ്ത് മാറ്റണം എന്നുള്ളതാണ് ഈ പൊതുജനങ്ങൾ പൊതുവിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം. ആ ഒരു വിഷയം കാരണം ഇപ്പോൾ മഴക്കാലമാണ്, നമ്മൾ വളരെ വേഗത്തിൽ വാഹനമൊക്കെ ഓടിച്ചു പോകും മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ. മാത്രമല്ല രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ചും ഇതിന്റെ നിറം കറുപ്പായതുകൊണ്ട് തന്നെ റോഡിന് കുറുകുവശം ഈ കേബിൾ കിടക്കുകയാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ ആ കേബിൾ ശ്രദ്ധയിൽപ്പെടില്ല. ആ രീതിയിൽ വളരെ വേഗത്തിൽ വരികയാണെങ്കിലൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള അപകടം സംഭവിക്കും. തലയൊക്കെ ഇടിച്ച് നിലത്ത് വീഴാനും മരണം വരെ സംഭവിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. കാരണം മരണം ഇതിനോടകം തന്നെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലത്തുണ്ടായിട്ടുണ്ട്, കൊച്ചിയിലുണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇന്നലെ സമാനമായ രീതിയിൽ രാത്രിയിൽ കേബിൾ കുടുങ്ങി ഒരു ബൈക്ക് യാത്രക്കാരന് അപകടം സംഭവിച്ചു. നേരിയ രീതിയിലുള്ള പരിക്കാണെങ്കിലും ചില സമയത്ത് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്കൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം. ഏതായാലും ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഇനിയെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ്. വിലയില്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചിട്ട് പോലും ഈ കേബിളുകൾ കുടുങ്ങുന്ന അപകടങ്ങൾ പതിവായിക്കൊണ്ടേയിരിക്കുകയാണ് സംസ്ഥാനത്ത്. ഇപ്പോൾ തിരുവനന്തപുരം ശാസ്തമംഗലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ജനൻ ടി വി പുറത്തുവിടുന്നത്. കൗൺസിലർ അടക്കം
ഈ കാര്യങ്ങളൊക്കെ തന്നെ നഗരസഭയിൽ ഉന്നയിച്ചിട്ടും നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും എടുക്കാത്ത ഒരു മേയറാണ് തിരുവനന്തപുരത്തുള്ളത്. അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. ഇവർ പറയുന്ന ഏക ഒരു ആവശ്യമെന്ന് പറയുന്നത് ഇന്ന കേബിളുകൾ ഏത് കേബിളാണ് എന്നുള്ളത് മാർക്ക് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ തന്നെയായിരിക്കാം ഇനിയും ഉണ്ടാകാൻ പോകുന്നത്. വ്യാപകമായിട്ടാണ് റോഡിൽ കേബിളുകൾ പൊട്ടിക്കിടക്കുന്നത്. ഇതിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം തന്നെയാണ് ഈ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ശാസ്തമംഗലത്ത് നിന്നും രശ്മി കാർത്തികയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.